ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൻ്റെ പേര് മൂലി പറാട്ട. ഇത് നല്ല ഹെൽത്തി ആയിട്ടൊരു ഡിഷാണ്. അവർ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ഇത് ഞാനിവിടെ 3 മുള്ളങ്കി എടുത്തിട്ടുണ്ട്. കഴുകി അതിൻ്റെ മേലത്തെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊരു ഗ്രേറ്റർ വെച്ച് നല്ലതായിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറിയ ഇതിനകത്ത് ഇട്ട് ചെറിയതായിട്ട് ശരിക്കും വലിയ സൈസ് കൊണ്ട് ചെറിയ സൈസ് കൊണ്ട് അപ്പോൾ ചെറിയ സൈസിനകത്ത് ഇട്ട് വേണം അത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ശരിക്കും വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പം ശരിക്കും ആയി വരത്തില്ല, വെള്ളം മയം കൊണ്ട് നനഞ്ഞിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3-4 പച്ചമുളക് ആയിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ മല്ലി ചതച്ചത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ ഉള്ളിത്തണ്ടാണത്. ഉള്ളിത്തണ്ട് അതിൻ്റെ വെളുത്ത ഭാഗം മാത്രം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ ജീരകം, പിന്നെ വറ്റൽമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് പിന്നെ നമ്മൾ ആട്ടയാണ് ഉപയോഗിക്കുന്നത്, ഗോതമ്പ് മാവ്. അത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഇട്ടേക്കാം അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ്, അതിനകത്ത് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് വെള്ളം എല്ലാം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുക്കണം. നന്നായിട്ട് കൈവച്ച്, അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു നല്ല തോർത്തെടുത്തിട്ട് അതിനകത്ത് ഇട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കത്തില്ല, അതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ട് അപ്പോൾ വെള്ളം കണ്ടോ, അതിനകത്തുനിന്ന് കുറേ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞിങ്ങ് എടുക്കണം. ലാസ്റ്റിൽ നമുക്ക് വെള്ളം കുറച്ചൊന്ന് അരിച്ചിങ്ങെടുക്കാം. അതിനകത്തുള്ളതെല്ലാം ഇങ്ങനെ മാറ്റാം. അതിനകത്ത് തരി പോലെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ മാറ്റാം. വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മുള്ളങ്കി കുറച്ച് വലിയ പാത്രത്തിലോട്ട് ഇട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും മറ്റ് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അതെല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കാം. പക്ഷേ ഉപ്പും അയമോദകവും ഇപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അയമോദകം നമുക്ക് ആട്ടയ്ക്കകത്ത് ചേർക്കാനുള്ളതാണ്. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ പിന്നെയും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ മുള്ളങ്കി എന്ന് പറഞ്ഞ സാധനം നമ്മൾ സാധാരണ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കണം. ഇത് ശരിക്കും നല്ല ഹെൽത്തിയാണ്. ഇതിനകത്ത് പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെ ശരിക്കും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. നമ്മൾ സാധാരണ ഇതൊന്നും വാങ്ങിച്ച് കുട്ടികൾക്കൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു വെജിറ്റബിളാണ്. ഇതെല്ലാം മിക്സാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ആട്ട കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അയമോദകവും കൂടെ ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, മുള്ളങ്കിക്കകത്തുനിന്ന് എടുത്ത വെള്ളം, അത് ഒഴിച്ചതിനകത്ത് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ ആ മുള്ളങ്കി നേരത്തെ ഉപ്പിട്ടായിരുന്നല്ലോ വെച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഉപ്പിൻ്റെ അളവ് ഉണ്ട്. അപ്പം നമ്മൾ ആട്ടയ്ക്കകത്ത് ഉപ്പിടുമ്പോൾ അത് ശ്രദ്ധിക്കണം, നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇത് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി ഹാർഡായിട്ടുള്ളൊരു മാവല്ല കുഴച്ചെടുക്കേണ്ടത്, കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ്. അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ട് ഉള്ളൊരു മാവാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ച് തന്നേക്കുന്ന പോലെ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കണം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മറ്റേ വെള്ളം തീർന്നു കഴിയുമ്പം നമ്മൾ പച്ചവെള്ളം എടുത്ത് കുറച്ചുകൂടെ ചേർത്ത് ആവശ്യത്തിന് എടുത്ത് കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ ഈ മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് 1 ടേബിൾ സ്പൂൺ
നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പഞ്ച് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കണം. എന്നാലും നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇതിലിനി നമുക്ക് കുറച്ച് ശകലം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ല, അത്ര മതി. 1 ടേബിൾ സ്പൂണുള്ള വെള്ളം കാണും. എന്നിട്ട് ഇതുപോലെ അമർത്തി കുഴച്ചെടുക്കാം. ഒരു സൈഡ് ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് തിരിച്ചും അതുപോലെ തന്നെ ഇട്ടിട്ട് ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടി എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് തടവി കൊടുക്കാം. ഈ മാവ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഇത് 15-20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നുവെച്ചാൽ അത് മാവ് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, അത് നമുക്കൊന്ന് പരത്താൻ പാകത്തിനാവണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു കട്ടി വരണം, അതിനാണ് നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പരത്തിയെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കുറച്ച് 2 ബോൾ എടുക്കാം. നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള 2 ബോൾ ഒരേ സൈസിലായിരിക്കണം. അതെടുത്തിട്ട് ഇതുപോലെ കുറച്ചധികം മാവിനകത്തോട്ട് മുക്കേണ്ടി വരും. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ എടുക്കുക. എന്നിട്ടിത് 2 എണ്ണം 2 ചെറിയ ചപ്പാത്തി പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ 2 എണ്ണം നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുള്ളങ്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇൻഗ്രീഡിയൻസ് ആയിട്ട്, അത് നമുക്ക് ആവശ്യത്തിന് അത് നിറഞ്ഞ് നിൽക്കണം. നമ്മുടെ ആ ചപ്പാത്തിയിൽ നിറഞ്ഞ് ഇരിക്കണം, എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കണം. ഒത്തിരി ആകാൻ പാടില്ല, ഒരു കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. എന്നിട്ട് മറ്റേ ചപ്പാത്തി പരത്തിയത് അതിൻ്റെ മുകളിൽ വെച്ച് നല്ലതായിട്ട് സൈഡെല്ലാം അമർത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിയിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരു ഈസി മെത്തേഡാണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ ഈസി മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് 2 സൈസിലുണ്ടാക്കാം. അപ്പം മറ്റേത് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടെക്നിക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ഒത്തിരി അമർത്തി പരത്തേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റായിട്ട് പരത്തിയാൽ മതി. ഒത്തിരി തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിക്ക് വേണം ഇതിരിക്കാനായിട്ട്. ഇതാ കണ്ടില്ലേ. ഇനി നമുക്കിത് നല്ല ചൂടായ കല്ലിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ. ഒരു സൈഡ് നമുക്കിങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതുപോലെ കളറ് വരണം, നല്ലൊരു ഗോൾഡൻ കളറ് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ റെഡിയായി. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഒരു പറാട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല വേറെ കറികളൊന്നും വേണ്ട ഇതിന്, ഇങ്ങനെ തന്നെ കഴിക്കാം ഇത്. ഇനി അടുത്ത ടെക്നിക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട്
കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് മുള്ളങ്കിയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സൈഡെല്ലാം ഇങ്ങനെ കൂട്ടി ഇതുപോലെ ആക്കണം. കണ്ടില്ലേ? ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബാക്കി അത്ര അങ്ങ് മുറിച്ച് മാറ്റാം. എന്നിട്ട് മാവിനകത്തൊട്ട് പൊടിക്കകത്ത് മുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാം. ഒത്തിരി പ്രസ് ചെയ്ത് പരത്തരുത്, ലൈറ്റായിട്ട് പരത്തിയെടുക്കാൻ പാടുള്ളൂ. തിന്നാക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ പൊറാട്ട ഇരിക്കാൻ വേണേ. ഇങ്ങനെ ചെയ്തെടുക്കുന്ന പൊറാട്ടയാണ് ടേസ്റ്റ് കൂടുതൽ. മറ്റേതിനെക്കാട്ടിലും ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ ഇത് കുറച്ച് എക്സ്പീരിയൻസ് വേണം. ഇത് ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ മിക്സ് ഒന്നും പുറത്ത് ചിലപ്പോൾ നമ്മൾ ശരിക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഇത് കീറിയൊക്കെ പോവും. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയാലും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ടെക്നിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയാലും മതിയാകും. ഇനി മറ്റേ പൊറാട്ട ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വ്യത്യസ്തമായ മുള്ളങ്കി കൊണ്ടുള്ള ഒരു പറാട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ? ഇപ്പം ഞാൻ മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണ്. കണ്ടോ? അതിനകത്തെ സ്റ്റഫിങ് ഒക്കെ നോക്കിക്കേ, ഫുള്ളായിട്ട് നിറഞ്ഞു ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടല്ലേ? ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ശരിക്കും ഇതിന് കറികളൊന്നും ആവശ്യമില്ല. പിന്നെ ചിലർ ഇതിനകത്ത് തൈരിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ട്. തൈരിനകത്ത് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ വെറും കട്ട തൈരും പിന്നെ കുറച്ച് അച്ചാറോ അതും കൂടെ കൂട്ടി കോമ്പിനേഷനായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. വീണ്ടും ഒരു വിഭവമായിട്ട് കാണാം.